ഈ സെഷനിൽ നമ്മൾ സൺലൈറ്റും ഭൂമിയുടെ ചലനവും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഗ്ലോബ് മോഡൽ വഴി കണ്ടെത്താമെന്നാണ് പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ ഗ്ലോബ് മോഡലും ലൈറ്റ് സോഴ്സും ഉപയോഗിച്ച് സോളാർ റേഡിയേഷൻ ഭൂമിയിലേക്ക് പതിക്കുന്നത് സംബന്ധിച്ചും ഈ സമയത്തെ മറ്റ് സ്വാഭാവിക വ്യതിയാനങ്ങളെപ്പറ്റി അറിയാനും സാധിക്കും. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയും ചലനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിലെ പ്രത്യാഘാതങ്ങളും പഠിക്കാം. സോളാർ എനർജി യൂട്ടിലിറ്റി, ഒരു നിശ്ചിത സമയത്തെ അക്ഷാംശവും രേഖാംശവും പരിചയപ്പെടുക തുടങ്ങിയവയാണ് ഈ സെഷനിൽ പഠിക്കുന്നത്. ഏത് അക്ഷാംശത്തിലും വർഷത്തിലെ ഏത് സമയത്തും സൂര്യന്റെ പാതകൾ ബേസിക് ജിയോമെട്രിയിൽ നിന്ന് നിർണ്ണയിക്കാനാകും. ഭൂമിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷന് സൂര്യന് ചുറ്റും ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ തലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയത്ത് അയന സൂര്യന്റെ പാതകൾക്കിടയിൽ 47 ഡിഗ്രി ഡിക്ലിനേഷൻ വ്യത്യാസവും സമ്മറും വിന്ററും തമ്മിലുള്ള ഹെമിസ്ഫിയർ സ്പെസിഫിക് ഡിഫറൻസും സൃഷ്ടിക്കുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ അയനത്തിന് സമീപമുള്ള സൂര്യന്റെ പാത തെക്ക് കിഴക്കായി ഉദിക്കുകയും തെക്ക് ഒരു താഴ്ന്ന ആംഗിളിൽ സെലസ്റ്റിയൽ മെറിഡിയനെ വഹിച്ചുകൊണ്ടു പോവുകയും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. പകൽ സമയത്ത് സൂര്യന്റെ പാത്ത് മുഴുവൻ വീടിന്റെ സൗത്ത് അഥവാ ഇക്വേറ്റർ ഭാഗത്താണ്. സൗരോർജം ക്യാപ്ചർ ചെയ്യുന്നതിന് തെക്ക് അഥവാ ഇക്വേറ്റർ സൈഡ് ഫേസ് ചെയ്യുന്ന വെർട്ടിക്കൽ വിൻഡോ ഫലപ്രദമാണ്. കമ്പാരിസൺ നടത്തുന്നതിന് സദേൺ ഹെമിസ്ഫിയറിലെ വിന്റർ സോൾസ്റ്റൈസിന് സമീപമുള്ള സൺപാത്ത് നോർത്ത് ഈസ്റ്റിൽ ഉദിക്കുകയും നോർത്ത് ലോ ആംഗിളിൽ ഉയർന്ന് നോർത്ത് വെസ്റ്റിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. പകലിന്റെ ദൈർഘ്യം ആർട്ടിക് സർക്കിളിന് നോർത്തും അന്റാർട്ടിക് സർക്കിളിന് സൗത്തും വിന്റർ സോൾസ്റ്റൈസിന് 24 മണിക്കൂർ സൂര്യൻ ഹൊറിസോണിന് മുകളിലല്ലാത്ത വർഷത്തിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഉണ്ടായിരിക്കും. ഇതുപോലെ സമ്മർ സോൾസ്റ്റൈസിൽ 24 മണിക്കൂർ സൂര്യൻ ഹൊറിസോണിന് മുകളിലല്ലാത്ത വർഷത്തിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഉണ്ടായിരിക്കും. ഭൂമി സൂര്യനെ ചുറ്റുകയും സ്വന്തം അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നതിനാൽ സോളാർ റേഡിയേഷന്റെ ആംഗിൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ 23.5 ഡിഗ്രി ചെരിവിന് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്വാധീനമുണ്ട്. ഭൂമി ഒരു പരന്ന ഡിസ്ക് അല്ല, ഏതാണ്ട് ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത്. ഗുരുത്വാകർഷണ ബലം അന്തരീക്ഷത്തെ ഒരു ഷെൽ പോലെ ബന്ധിപ്പിക്കുന്നു. അതിനാൽ സർഫേസിലെ ഒരു ബിന്ദുവിലെ സോളാർ റേഡിയേഷന്റെ ഇന്റൻസിറ്റി സർഫേസിന്റെ കർവേച്ചറിനെയും അറ്റ്മോസ്ഫിയറിന്റെ തിക്നെസ്സിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതനുസരിച്ച് ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനമനുസരിച്ച് ഇൻസ്റ്റലേഷൻ ആംഗിൾ സീസണുകളിൽ വ്യത്യാസപ്പെടുന്നു. ഇനി സൂര്യോദയത്തെക്കുറിച്ചും അസ്തമയത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വടക്ക് ഇടതുവശത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇവിടെ സൂര്യൻ കിഴക്കുദിക്കുകയും തെക്ക് വശത്ത് ഉച്ചാവസ്ഥയിലെത്തി വലത്തേക്ക് നീങ്ങുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് ഉദയവും അസ്തമയവും വടക്ക് ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ശീതകാലത്ത് ഇത് തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ തെക്ക് ഇടതുവശത്താണ്. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും വടക്ക് ഉച്ചാവസ്ഥയിലെത്തി ഇടതുവശത്തേക്ക് നീങ്ങുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. ഉദയവും അസ്തമയവും വേനൽക്കാലത്ത് തെക്കോട്ടും ശീതകാലത്ത് വടക്കോട്ടുമായി നീങ്ങുന്നു. ഭൂമധ്യരേഖയുടെ സാങ്കല്പിക രേഖയിൽ വർഷം മുഴുവൻ സൂര്യന്റെ മാക്സിമം എലിവേഷൻ വളരെ വലുതാണ്. പക്ഷേ എല്ലാ ദിവസവും ഉച്ചയോടെ ഇത് ഭൂമിയുമായി ലംബമായി മാറുന്നില്ല. വർഷത്തിലെ 2 ദിവസങ്ങളിൽ, അതായത് ഇക്വിനോക്സുകളിൽ ഇത് സംഭവിക്കുന്നു. സമ്മർ ദിനങ്ങൾ വിന്ററുകളേക്കാൾ ദൈർഘ്യമേറിയതാണ്. അതേസമയം ഏകദേശം വ്യത്യാസം 2.5 മണിക്കൂറിൽ കൂടുതലും ഉണ്ടാകില്ല. സൂര്യന്റെ അസിമുത്ത് ആംഗിളിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വടക്ക് നിന്ന് വരുന്ന ആംഗിളായി നിർവചിച്ചിരിക്കുന്നു. ലംബമായി നിന്ന് താഴേക്കിളക്കുന്ന ആംഗിളാണ് സൂര്യന്റെ സെനിത്ത് ആംഗിളിനെ നിർവചിക്കുന്നത്. റേഡിയന്റ് ലൈറ്റിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളുടെ അക്ഷാംശവും രേഖാംശവുമായുള്ള അതിന്റെ ബന്ധവും. ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെ ആശ്രയിച്ച് ഭൂമധ്യരേഖയോട് അടുക്കുമ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ സോളാർ എനർജിയും ലഭിക്കും. എല്ലാ വർഷവും ജനുവരി ആദ്യത്തോടെ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തുള്ള സ്ഥാനത്തെത്തും. 6 മാസത്തിന് ശേഷം ജൂലൈ 4 സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെ എത്തുന്നു. ഈ വ്യത്യസ്ത ദൂരങ്ങൾ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് നേരിട്ടെത്തുന്ന സോളാർ റേഡിയേഷൻ ജൂലൈ 4 7% കൂടുതൽ തീവ്രമാണ് ജനുവരിയിൽ. ഭൂമിയും സൂര്യനും തമ്മിൽ അകലങ്ങളിലുള്ള ഈ വ്യത്യാസം ഭൂമിയിലെ കാലാനുസൃതമായ ടെമ്പറേച്ചറിൽ ചെറിയ സ്വാധീനം ചെലുത്തുന്നു.
നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണിത്. ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് അല്ലെങ്കിൽ ടോർച്ച്, കറങ്ങുന്ന ഗ്ലോബ് മോഡൽ എന്നിവ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. നൽകിയിരിക്കുന്ന സൂര്യന് ചുറ്റും ഭൂമിയുടെ പാതയെ പ്രതിനിധീകരിക്കുന്ന ഡയഗ്രാമുകൾ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. സൺലൈറ്റും ഭൂമിയുടെ ചലനവും തമ്മിലുള്ള ബന്ധവും ഗ്ലോബ് മോഡൽ നിരീക്ഷിച്ച് കണ്ടെത്തുക എന്ന വിഷയത്തിൽ ഈ സെഷന്റെ അവസാനത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. ഗ്ലോബ് മോഡലും ലൈറ്റ് സോഴ്സും ഉപയോഗിച്ച് സോളാർ റേഡിയേഷന്റെ സ്വഭാവവും ഭൂമി സൺലൈറ്റ് ആഗിരണം ചെയ്യുന്നതിലെ വ്യതിയാനവും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഭൂമിയുടെയും സൂര്യന്റെയും ഗ്രഹങ്ങളുടെയും ചലനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിലെ പ്രത്യാഘാതങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോളാർ എനർജി യൂട്ടിലിറ്റി, ഒരു നിശ്ചിത സ്ഥലത്തെ അക്ഷാംശവും രേഖാംശവും പരിചയപ്പെടുക തുടങ്ങിയവയെല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞ് ഈ സെഷൻ അവസാനിക്കുകയാണ്.